പേര്? എൻ്റെ പേര് സ്വാമി ശ്രീയുത് ബാലകൃഷ്ണനാണ്. പൂർവാശ്രമത്തിലെ പേര്? പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണൻ നായർ. സ്വന്തം സ്ഥലം? സ്വന്തം സ്ഥലം ഏലൂരാണ്. എന്തായിരുന്നു ജോലി? ജോലി ഏലൂര് ട്രാവൻകൂർ കിച്ചൺ കെമിക്കൽസ് എന്ന സ്ഥാപനത്തിൽ തൊഴിലാളിയാണ്. അവിടെ നിന്ന് പോന്നിട്ട് എത്ര കാലം? പോന്നിട്ട് 10 കൊല്ലം. ആയുർവേദത്തിന് താല്പര്യം തുടങ്ങിയത് എങ്ങനെയാണ്, എപ്പോഴാണ്? ആയുർവേദത്തിൽ വളരെ ചെറിയ കാലം പോലെ തന്നെ നമുക്ക് താല്പര്യമുണ്ടായി. കുടുംബത്തിൽ ആയുർവേദം ഉണ്ടായിരുന്നു. അമ്മയുടെ അച്ഛൻ ഒക്കെ ആയുർവേദ വൈദ്യമാണ്. അമ്മയ്ക്കും ആയുർവേദം അറിയാം. എൻ്റെ അച്ഛനും ആയുർവേദം പഠിച്ചിട്ടാണ്. അങ്ങനെ വളരെ ചെറുപ്പം പോലെ തന്നെ ആയുർവേദത്തിൽ താല്പര്യം ഉണ്ടാവുകയും ആയുർവേദം പഠിക്കുകയും ചെയ്തു. പിന്നീട് കൂടുതലായിട്ട് പഠിക്കാനിടയായത് റിട്ടയർ ചെയ്തതിന് ശേഷം? അല്ല, വളരെ നേരത്തെ തന്നെ കൂടുതലായിട്ട് പഠിച്ചു. റിട്ടയർ ചെയ്യുന്നതിനൊക്കെ വളരെ മുൻപ് തന്നെ ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയുർവേദം പഠിച്ചിട്ടുണ്ട്. ഈ ആയുർവേദത്തിലെ പുതിയ പ്രവണതകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മസാജ് സെൻ്ററുകൾ, കളരികൾ, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ മസാജ് സെൻ്ററുകളും കളരികളും ആയുർവേദത്തിൻ്റെ ഒരു വളരെ പഴക്കമുള്ള ശാസ്ത്രവിഭാഗം തന്നെയാണ്. അതൊരു പുതിയ ട്രെൻഡല്ല, വളരെ പഴയതാണ്, നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ അടുത്ത കാലത്ത് അതിനെ ഒരു ബിസിനസ്സായിട്ട് ടൂറിസത്തിന് വേണ്ടി എന്ന് പറഞ്ഞൊരു ചെറിയ ബിസിനസ്സായിട്ടൊരു നീക്കം നടക്കുന്നുണ്ട്. അത് ആ ശാസ്ത്രത്തിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ മറിച്ച് ഉപയോഗിക്കുന്ന, ശാസ്ത്രത്തെ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത് മാത്രമേ. ഈ മസാജ് അതുപോലുള്ള കാര്യങ്ങൾ, ഉഴിച്ചിൽ, അതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടും? ഉഴിച്ചിൽ, മസാജ് എല്ലാം തന്നെ മർമ്മ വിഭാഗത്തിലാണ് കൊടുക്കുന്നത്. മർമ്മ ചികിത്സാ വിഭാഗത്തിൽ. മർമ്മ ചികിത്സ അഭ്യസിച്ചിട്ടുണ്ടോ? മർമ്മ ചികിത്സ അഭ്യസിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ വിഭാഗത്തിലാണ് ശ്രമിച്ചിട്ടുള്ളത്? മർമ്മ ചികിത്സ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. മർമ്മ ചികിത്സയും പഞ്ചകർമ്മ ചികിത്സയും എല്ലാം കംപ്ലീറ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? അത് പ്രധാനമായി ഉപയോഗിക്കുന്നത് രോഗമില്ലാത്തവർക്ക് രോഗം വരാതിരിക്കാനുള്ള ചികിത്സാക്രമമായിട്ടാണ്. പിന്നെ രോഗം വന്നവരുടെ രോഗം മാറ്റുവാൻ വേണ്ടി ഈ ചികിത്സാ വിഭാഗം ഉപയോഗിക്കുന്നുണ്ട്. മർമ്മ ചികിത്സ ചെയ്യുമ്പോഴും അസുഖം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കണം. പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ രോഗങ്ങൾ വന്നാൽ അതിനെ ചെറുക്കാനുള്ള ശക്തി. പ്രതിരോധ ശക്തി എന്ന് പറയുമ്പോൾ രോഗങ്ങൾ വന്നാൽ ആ രോഗത്തെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ശരീരത്തിനുണ്ടാക്കിക്കൊടുക്കും. ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഇത് ആവശ്യം? അത് എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്നതാണല്ലോ. മർമ്മ എല്ലാ പ്രായക്കാർക്കും ഉണ്ട്. മർമ്മ സംബന്ധമായ ചികിത്സ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും. ശരീരത്തിൽ എത്ര മർമ്മമുണ്ട്? ശരീരത്തിൽ 108 മർമ്മമാണ്. 107 മർമ്മമാണ് ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുന്നത്. എവിടെയൊക്കെ ഒന്നോ രണ്ടോ ചൂണ്ടിക്കാണിച്ചാൽ എത്ര വേണമെങ്കിലും കാണിച്ചു. ശരീരം മുഴുവൻ മർമ്മമാണ്? ശരീരം മുഴുവൻ മർമ്മമല്ല, ശരീരത്തിൽ 107 മർമ്മങ്ങളാണ് ആയുർവേദം അംഗീകരിക്കുന്നത്. പ്രധാനപ്പെട്ട മർമ്മങ്ങൾ അത് നമ്മളുടെ കൈ മുതൽ കയ്യിൽ ഉള്ളം കയ്യിൽ തലഹൃത് എന്ന് പറയുന്നത്, ഈ 2 വിരലുകളുടെയും നടുക്കുള്ള ഭാഗം ക്ഷിപ്രം എന്ന് പറയുന്നൊരു ഭാഗം. ഈ 2 വിരലിൻ്റെ അസ്ഥികൾ ചേരുന്ന ഈ ഭാഗത്ത് കൂർച്ചം എന്ന പേരായ ഭാഗം, അതിൻ്റെ മുകളിലായി കൂർച്ച ശിരസ്. അങ്ങനെ ശരീരത്തിൽ മുഴുവനുമായിട്ട് ഈ വിരലിനെല്ലാം മർമ്മം ഏത് ഭാഗമാണ്? ഈ വിരലിന് അങ്ങനെ പ്രത്യേകിച്ച് മർമ്മം പറയുന്നില്ല. ഈ ഭാഗത്ത് മാത്രമാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നു. ഒരു കയ്യിൽ 11 മർമ്മം, കാലിൽ 11 മർമ്മം. അങ്ങനെ 2 കാലിലും 2 കയ്യിലും കൂടി 44 മർമ്മങ്ങളുണ്ട്. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് മനസ്സിന്റെ കേന്ദ്രം ഭ്രൂമധ്യസ്ഥാനമാണ്. ഈ ഭാഗത്താണ് മനസ്സിന്റെ കേന്ദ്രം സ്ഥിതിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ യോഗശാസ്ത്രത്തിൽ ഹൃദയം എന്ന് പറയുന്നു. യഥാർത്ഥ ആത്മീയ ഹൃദയം ഇവിടെയുണ്ട്.
അല്ലാതെ ഇവിടെയാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സാവണേ, അല്ലാതെ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. ഹൃദയം എന്നുള്ള അർത്ഥത്തിൽ ഇത് ഇവിടെയുള്ള ഒരു ഹൃദയമുള്ളത് ഭൗതിക ഹൃദയമാണ്. അത് രക്തചംക്രമവുമായി ബന്ധപ്പെട്ട് രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ആ ഒരു ഹൃദയം ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ ആ ഹൃദയത്തെ പോലും നിയന്ത്രിക്കുന്നത് ഈ ഭൂമധ്യ ഹൃദയം. ഇത് മനസ്സിന്റെ സ്ഥാനമാണ്. യോഗികൾ ഹൃദയമായിട്ട് ഇതിനെയാണ്. ഞരമ്പുകളും ചക്രങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചക്രം എന്ന് പറയുന്നത്, ചക്രങ്ങൾ എന്ന് സാധാരണ പറയുന്നത് നമ്മളുടെ സുഷുമ്നയിൽ മൂലാധാരം മുതൽ മുകളിലേക്ക് സഹസ്രാര ബിന്ദു വരെയുള്ള ഭാഗങ്ങളിലുള്ള ശക്തി കേന്ദ്രങ്ങളെയാണ് ചക്രങ്ങൾ. അത് ഈ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട നട്ടെല്ലിനുള്ളിൽ സുഷുമ്നയിലാണ് ഈ ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടിയിലായി നട്ടെല്ലിൻ്റെ അടിഭാഗത്തായിട്ട് മൂലാധാരം എന്ന് പറയുന്ന ചക്രം, ആധാരചക്രം സ്ഥിതി ചെയ്യുന്നു. അതിന് മുകളിലായി ലൈംഗിക സ്ഥാനത്ത് നട്ടെല്ലിനുള്ളിൽ സുഷുമ്നയിൽ സ്വാധിഷ്ഠാനം എന്ന ചക്രം സ്ഥിതി ചെയ്യുന്നു. അതിനും മുകളിലായി പൊക്കിൾ ചുഴിയുടെ സ്ഥാനത്തായി നട്ടെല്ലിനുള്ളിൽ സുഷുമ്നയിൽ മണിപൂരക ചക്രം സ്ഥിതി ചെയ്യുന്നു. അതിന് മുകളിലുള്ള ചക്രം അനാഹതം എന്നാണ് പേര്. ഇത് ഹൃദയസ്ഥാനത്തിന് നേരെയായി നട്ടെല്ലിന് ഉള്ളിൽ സുഷുമ്നയിലാണ് അനാഹത ചക്രം സ്ഥിതി ചെയ്യുന്നത്. അനാഹത ചക്രത്തിനും മുകളിലായി അഞ്ചാമത്തെ ചക്രമായിരിക്കുന്ന വിശുദ്ധി ചക്രം, അത് തൊണ്ടക്കുഴിക്ക് നേരെ സുഷുമ്നയിൽ സ്ഥിതി ചെയ്യുന്നത്. അത് അഞ്ചാമത്തെയാണ്. അതിനും മുകളിലായി ഭ്രൂമധ്യത്തിന് ഉള്ളിൽ സുഷുമ്ന വന്ന് മസ്തിഷ്കവുമായി ചേരുന്ന ഭാഗത്ത് അവിടെ ആജ്ഞാചക്രം എന്ന ആറാമത്തെ ചക്രം സ്ഥിതി ചെയ്യുന്നു. ഈ 6 ചക്രങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ 6 കേന്ദ്രങ്ങളെയാണ് ഷഡാധാരങ്ങൾ എന്ന് പറയുന്നത്. 6 ആധാരങ്ങൾ. ഈ 6 ആധാരങ്ങളിലുള്ള 6 ചക്രങ്ങളാണ് ഷഡ് ചക്രങ്ങൾ. അതിന് മുകളിലായി പിന്നെയും ചില സൂക്ഷ്മാധാരങ്ങളും സൂക്ഷ്മചക്രങ്ങളുമൊക്കെ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ആജ്ഞാചക്രത്തിൻ്റെ മുകളിലായി ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഷോഡശതല പത്മം സ്ഥിതി ചെയ്യുന്ന, ഒരു അഷ്ടാതല പത്മം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് അധോമുഖമായി സ്ഥിതി ചെയ്യുന്നു. അതിന് മുകളിലായി ഒരു ഊർധ്വമുഖ പത്മം, ഇത് ഷോഡശദള പത്മമാണ്. 16 ഇതളുകളുള്ള ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ് യോഗശാസ്ത്രം അതിനെ വർണ്ണിച്ചിരിക്കുന്നത്. താഴേക്ക് മുഖമായിരിക്കുന്നത് അത് അഷ്ടാതല 8 ഇതളുകളുള്ള ഒരു പത്മമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ ആജ്ഞാചക്രം 2 ഇതളുകളുള്ള ഒരു പത്മമാണ്. ആ 2 ഇതളുകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒന്ന് മുകളിലേക്കും ഒന്ന് താഴത്തേക്കും. ശബരിമല ശാസ്താവ് ഇരിക്കുന്ന പീഠം ആ രണ്ട് പത്മങ്ങളും കൂടെ കൂടുന്നു അതിൻ്റെ രൂപമാകുന്നു. ഇതിൽ ഈ അടിയിലേക്കുള്ള ആ ദളം അത് ഒരു ദളമാണ്, മുകളിലേക്കുള്ളത് ഒരു ദളം. അങ്ങനെ ദ്വിദള പത്മമാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. ഈ ദ്വിദള പത്മത്തിൽ അടിയിലേക്കുള്ള ദളത്തിൽ ഉള്ളിലായി 8 ഇതളുകളുള്ള കർണികാ പത്മം, അതിൽ കേസര പത്മം സ്ഥിതി ചെയ്യുന്നു. അതിനെ അഷ്ടാദള പത്മം എന്ന് പറയുന്നത്. മുകളിലേക്കുള്ള ആ ഇതളിൽ അത് ഒരിതളാണ്. അതിൻ്റെ ഉള്ളിലായി 16 കേസരങ്ങളുള്ള 16 കേസര ദളങ്ങളിലുള്ള, അതിന് കർണികാദളങ്ങൾ എന്ന് പറയും, കർണികാദളങ്ങളുള്ള മറ്റൊരു പത്മം സ്ഥിതി ചെയ്യുന്നു. അതിന് ഷോഡശദള പത്മം. അങ്ങനെ ആ ഷോഡശദള പത്മം അഷ്ടാദള പത്മത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അതിനും ഉപരിയായി സഹസ്രാര പത്മം എന്ന ഒരു മഹാപത്മം സ്ഥിതി ചെയ്യുന്നു. അത് തലച്ചോറിൻ്റെ മുകൾ പരപ്പിലുള്ള ആ അനേകം ചുരുളുകൾ, അതിനെ 1000 ഇതളുകളുള്ള താമരപ്പൂവായി യോഗികൾ കാണുന്നു. അതാണ് സഹസ്രാദള പത്മം. ഇവയെല്ലാം ദൃഷ്ടികൾക്ക് ഗോചരമാണ്. ഇവയെല്ലാം ദൃഷ്ടികൾക്ക് ഗോചരമല്ല. കാരണം ഇത്
ഇത് ഊർജം, ശക്തി തരംഗങ്ങളാണ്. ശക്തി തരംഗങ്ങളായി, വൈദ്യുതി തരംഗങ്ങളായി അവിടെ സ്ഥിതി ചെയ്യുന്നു, ചുഴികളായി. സർജറി ചെയ്ത് കീറി നോക്കിയാൽ അവിടെ ഒന്നും കാണില്ല, ശക്തിയല്ല, അത് അപ്രത്യക്ഷമായി പോകും, അത് ഊർജമാണ്. പിന്നെ അപ്പോൾ ഇവയെക്കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെ ലഭിക്കുന്നു? ജ്ഞാനം യോഗശാസ്ത്രത്തിലൂടെ സാധനയിലൂടെ വളർന്ന് വരുമ്പോൾ യോഗിക്ക് ഇത് കാണുവാൻ കഴിയും. നമ്മുടെ ഈ ചക്രങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് ആദ്യം ആരാണ് സംസാരിച്ചത്? ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആരാണ് അതിനെക്കുറിച്ച് പിന്നീട് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? അത് ചക്രങ്ങളെക്കുറിച്ച് മിക്കവാറും പഴയ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ടല്ലോ. ആദ്യം ആര് എന്നുള്ളൊരു ചോദ്യം അത്ര പ്രസക്തിയില്ല. പതഞ്ജലി ആ രീതിയിൽ ചക്രങ്ങളെ വിശദീകരിച്ച് പോകുന്നില്ല. അതല്ലാത്ത മറ്റു പുസ്തകങ്ങളും മറ്റു കൃതികൾ, അഗസ്ത്യന്റെ സംഭാവനകൾ, അഗസ്ത്യരുടെ സംഭാവന ഈ യോഗശാസ്ത്രത്തിൽ ധാരാളമുണ്ട്. എങ്കിലും അഗസ്ത്യരും മറ്റൊരു ഗുരുവിൻ്റെ ശിഷ്യനായിട്ടാണ്. ഇവരെല്ലാം ദക്ഷിണാമൂർത്തി പരമ്പരയാണെങ്കിൽ പോലും അഗസ്ത്യര് ഈ സ്ത്രീവിദ്യാ ഉപാസനയാണ് യോഗികളിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളവർ ചെയ്യുന്നത്. ആ സ്ത്രീവിദ്യ ഉപാസന ഷോഡശാക്ഷരി എന്ന മന്ത്രത്തിലാണ്. ശ്രീവിദ്യ അത് ഷോഡശാക്ഷരി എന്ന മന്ത്രത്തിലാണ് ഈ ശ്രീവിദ്യോപാസന നടക്കുന്നത്. ഷോഡശാക്ഷരി എന്ന 16 അക്ഷരമുള്ള ശ്രീവിദ്യാ മന്ത്രമാകുന്നു. ആ മന്ത്രം ഏതാണ്? അതിൽ 16 അക്ഷരമുള്ള ശ്രീവിദ്യാ മന്ത്രമുണ്ട്, അതാകുന്നു ഷോഡശാക്ഷരി. ആ മന്ത്രത്തിൻ്റെ ഉപാസന അത് അഗസ്ത്യര് ഈ ശ്രീവിദ്യോപാസന ഹയഗ്രീവ ഋഷിയിൽ നിന്നാണ് പഠിക്കുന്നത്. അഗസ്ത്യർക്ക് മുൻപ് അഗസ്ത്യരുടെ ഭാര്യ ലോപാമുദ്ര നേരിട്ട് ലളിതാംബികയെ തപസ് ചെയ്തു. ലളിതാദേവിയിൽ നിന്നും